ഗ്രൗണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇതുപോലത്തെ കുട്ടികൾക്ക് വളർന്നു വരാനൊക്കെ വലിയ സാധ്യതകളുണ്ടാവും. മക്കരപ്പറമ്പ് വടക്കാങ്കരയിലെ എന്നും രാവിലെയുള്ള കാഴ്ചയാണത്. കോച്ച് ഉണ്ണികൃഷ്ണന്റെ കീഴിൽ കുട്ടികൾ പ്രാക്ടീസിലാണ്, പരിശീലനത്തിലാണ്. ജില്ലാ സ്റ്റേറ്റ് ഇവന്റുകൾക്കുള്ള പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവര് ചില്ലറക്കാരല്ല എന്ന് പറഞ്ഞു. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ്. നമുക്ക് അവരുടെ ഇവന്റിനെ കുറിച്ചിട്ടും അവരെന്താണ് പഠിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. എൻ്റെ പേര് പവിത്ര. ഞാൻ സ്റ്റേറ്റ് ജാവലിൻ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അതേമാതിരി ജില്ലയിൽ ഷോർട്ട് പുട്ടിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പം എൻട്രൻസിന് പഠിക്കുകയാണ്. എവിടെയാ പഠിക്കാൻ? എൻട്രൻസിന് ബ്രില്യൻ്റ്. എൻ്റെ പേര് നാഫില വിക്കെ. ഞാനിവിടെ THSS സർക്കാർ +2 വിദ്യാർത്ഥിയാണ്. എനിക്ക് സ്റ്റേറ്റിൽ ക്രോസ് കൺട്രിയിൽ 3rd പിന്നെ ഹഡിൽസിൽ ഫൈനലിസ്റ്റുമാണ്. ഞാൻ പൂജയാണ്. ഇവിടെ TSS സ്കൂളിലാണ് പഠിക്കണത്. 10ാം ക്ലാസ്സിലാണ് പഠിക്കണത്. എനിക്ക് ജില്ലയിൽ ഷോട്ടും കിഡ്സ് ജാവലിനും ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സബ് ജില്ലയിൽ ഷോട്ടും ഡിസ്കും ജാവലിനും ഫസ്റ്റ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് അത്ലറ്റ് ആയിരുന്നു. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്ന് 18 വർഷത്തെ സർവീസ് കഴിഞ്ഞ് റിട്ടയർഡ് ആയതാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് മങ്കട പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ അത്ലറ്റിക്സിൽ സായി NIS ഷോട്ട് കഴിഞ്ഞതാണ്. 105ഓളം കുട്ടികളുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ റോഡ് സൈഡിലും ഇവിടെയൊക്കെയാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 3 കുട്ടികളാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത്. ഈ 105 കുട്ടികളുമായിട്ട് പരിശീലനം ആരംഭിച്ചത് എന്നായിരുന്നു? അവർക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? 2018-19 നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 16ഓളം സ്റ്റേറ്റ് മെഡലുകളാണ്, ഗോൾഡ് മെഡൽ ഉൾപ്പെടെ സ്റ്റേറ്റ് മെഡലുകളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഈ ക്യാമ്പിലൂടെ 10-12 കുട്ടികൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. സർവീസിലേക്ക് കയറിയിട്ടുണ്ട്. കേന്ദ്ര സർവീസിലുണ്ട്. ആർമി, അതുപോലെ നേവി, BSF ഈ 3ലേക്കും എൻ്റെ മക്കൾക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. നാഫിലാക്ക് അടുത്ത 12ഉം 13ഉം സ്റ്റേറ്റ് മീറ്റ് ഉണ്ട്. തിരുവനന്തപുരത്താണ് നടക്കുന്നത്. നാഫില സ്പോർട്സിൽ മാത്രമല്ല പഠനത്തിലും വളരെ മിടുക്കിയാണെന്ന് നമ്മൾ കണ്ടു. അവള് ഫുൾ A+ ആയിരുന്നു. ഇനിയിപ്പോൾ എന്താണ് സ്പോർട്സിന്റെ കൂടെ പഠനം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഞാൻ നോക്കുന്നത് BSc RCT ആണ് മംഗലാപുരത്ത്, റെസ്പിറേറ്ററി കെയർ ടെക്നോളജി. അത് മംഗലാപുരത്താണോ ജോയിൻ ചെയ്യുന്നത്? മംഗലാപുരം അഡ്മിഷൻ എടുത്തു. ഇനി അവിടെ സ്പോർട്സ് കൾച്ചറൽ ആക്ടിവിറ്റീസ് പോലെ ഉണ്ട്. അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാളാവ് സൗഹൃദ വേദിയുടെ സെക്രട്ടറിയും സാമൂഹിക സാംസ്കാരിക മേഖലകളെ നിറസാന്നിധ്യവുമായ സുഹൈൽ കാളാവാണ്. നാഫിലെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു കുട്ടിയാണത്. ഞാൻ മുമ്പ് MPG UP സ്കൂൾ വടക്കാങ്കരയുടെ PTA പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് നാഫില 5ാം ക്ലാസ്സിലെ കുട്ടിയായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടുകൂടി കുട്ടികളുണ്ട്. ആ വർഷം തന്നെ ഞങ്ങൾക്ക് ഓവറോൾ കിരീടം നേടാൻ കഴിഞ്ഞു മങ്കട സബ് ജില്ലയുടെ. സ്പോർട്സ് രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും നാഫിൽ മികച്ചതായിരുന്നു. അപ്പോൾ എല്ലാ രംഗത്തും പാഠ്യേതര രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടിയാണ്. ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാളാവ് സൗഹൃദ വേദി ഞങ്ങൾ ടോപ്പ് ടു ടോക്കേഴ്സ് അത് ഈ വർഷം നടന്നായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് നാഫിലായിരുന്നു. നാഫില ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കണ്ണീരിലാഴ്ത്തി ആ ഒരു പ്രകടനം. കാരണം അപ്പോഴാണ് നമ്മൾ ആ നാട്ടുകാരൊക്കെ ഇവിടെ ഉള്ളിൽ ഇത്രയും കാലിബർ ഉണ്ടായിട്ടും അതിന് പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വല്ലാത്ത സങ്കടം. അതിൻ്റെ ഒരു പ്രശ്നം ഒന്നാമതായിട്ട് നമുക്ക് ഗ്രൗണ്ട് ഇല്ലാത്തൊരു വിഷയം പറഞ്ഞു. ഗ്രൗണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇതുപോലത്തെ കുട്ടികൾക്ക് വളർന്നു വരാനൊക്കെ വലിയ സാധ്യതകളുണ്ടാവും. നാഫിലയും പവിത്രയും പൂജയും പോലെയുള്ള പഠനത്തിലും സ്പോർട്സിലും മിടുക്കരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ട അംഗീകാരങ്ങളും അവർക്ക് വേണ്ട അവസരങ്ങളും ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും മികച്ച നേട്ടങ്ങൾ, നാഷണൽ ലെവലിൽ വരെയുള്ള മികച്ച അംഗീകാരങ്ങൾ നമ്മളുടെ നാട്ടിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. കൂടുതൽ അവസരങ്ങളും അംഗീകാരങ്ങളും അതിനു വേണ്ട സാഹചര്യങ്ങളുമാണ് അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്.